മമ്പ്രന്തങ്ങളുടെ ഓർമ്മകൾ ലൈവായിട്ട് മലബാറിൽ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് മുഹറം മാസമാകുമ്പോഴേക്കും അത് ഈ കൊളോണിയൽ റെക്കോർഡ്സിനപ്പുറത്ത് തങ്ങളെ കൃത്യമായിട്ട് വായിക്കാൻ. കൊളോണിയൽ റെക്കോർഡ്സ് അതിൻ്റെ ഇടയിൽ ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ കടന്നു വരാം. അവരുടെ എന്താ പറയുക, ഒരു അതിശയോക്തികൾ വരാം, അവരുടെ ഇല്ലാത്ത ആട്രിബ്യൂഷൻസുകൾ വരാം. പക്ഷേ ഇത് പരമ്പരാഗതമായിട്ട് ഓരോ ഫാമിലികളിൽ ഇപ്പോഴും വലിയൊരു വെനറേഷനോട്, ഒരു ആദരവോട് കൂടിയിട്ട് തങ്ങളോർമ്മകൾ നിലനിൽക്കുന്നുണ്ട്. അത് ശേഷിപ്പുകളാണ്. ഒന്ന് തങ്ങളുടെ ശേഷിപ്പുകൾ. നമ്മൾ ഏറനാട്, വള്ളവനാട്, അല്ലെങ്കിൽ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, ഈ ഒരു ദേശത്ത് നമ്മൾ ഇന്ന് പോയാൽ ഒരു 10-50 ദേശത്തെങ്കിലും തങ്ങളുടെ ശേഷിപ്പുകളെ വളരെ ആദരവോടെ അവർ സംരക്ഷിച്ചു വരുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ തലപ്പാവ്, തങ്ങളുടെ തൊപ്പി, തങ്ങളുടെ ഡ്രസ്സ്, തങ്ങൾ കൊടുത്ത വടി, തങ്ങളുടെ ചെരുപ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ട് തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തലം സാധനങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പൊതുവെ പുറത്തുള്ള പല ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പല ഇത്തരത്തിലുള്ള സാധനങ്ങൾ കാണാം. പക്ഷെ മലബാറിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ ഇതുപോലെ മറ്റുള്ളവരെ നമ്മൾ കാണുന്നില്ല? എന്തുകൊണ്ട് ഈ മനുഷ്യനെ ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യുന്നു? അതന്നെ വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ ഈ ഓരോ ശേഷിപ്പിനും വലിയൊരു ഹിസ്റ്ററി ഉണ്ടാകും. ഇപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ഖുർആനുണ്ട്, ഒരു തൊപ്പിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് അത് ഇതാണ്. ഒരുപാട് ചരിത്രത്തെ നമ്മൾ കാണുന്നത്, തങ്ങളൊരു ദേശത്തേക്ക് പോകുമ്പോൾ അവിടെ ജന്മികൾ ഉണ്ടായിരിക്കും. ജന്മികൾ എന്ന് പറഞ്ഞാൽ ഈ മാപ്പിളമാർക്കിടയിലുള്ള ജന്മികളുണ്ടായിരിക്കും. അവരെ തങ്ങൾ ബന്ധപ്പെടും. ആ ദേശത്ത് ജനങ്ങളെ സേവിക്കുന്നതിനും ആവശ്യക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുന്നതിനും പള്ളി ഉണ്ടാക്കുന്നതിനും ഇതിനൊക്കെ ഇവരെയാണ് ഉപയോഗപ്പെടുത്തുക. അപ്പം അങ്ങനെ പോകുമ്പോൾ തങ്ങൾ എന്തെങ്കിലും ഒരു സന്തോഷത്തിനോ മറ്റോ സംഭവങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ ഒരു പുതുപ്പ്, ഒരു തട്ടം, ആ തട്ടത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ അന്ന് തങ്ങളുടെ വൈഫോ മറ്റോ പോകുന്നുണ്ട്, തങ്ങളോടൊപ്പം പോകുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ഉമ്മ ഒരു വലിയ എന്താ പറയുക, ഒരു മാല ധരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകില്ല, അത് കാണുമ്പോൾ ഒരു അതിശയം. അപ്പോൾ ആ മാല അങ്ങനെ പിടിച്ച്, അപ്പോൾ ആ മാല അങ്ങോട്ട് കൊടുക്കുകയാണ്, തങ്ങളുടെ വൈഫിന് ആ മാല കൊടുക്കുന്നു. അപ്പോൾ അതിനൊരു സന്തോഷമായിട്ട് ഒരു തട്ടം ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ആ തട്ടം അവർ ആദരവോടെ സംരക്ഷിച്ച് വെച്ചിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ അലനല്ലൂർ ഭാഗത്ത് പോയി, അല്ലെന്ന് പാലക്കാടിൻ്റെ ഭാഗമാണ്. അവിടെ പോയി ഒരു പള്ളി, ആ പള്ളിയിൽ തങ്ങളുടെ ഒരു വടിയുണ്ട്, ചെറിയൊരു മരത്തിൻ്റെ ഒരു കഷ്ണം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാലങ്ങളായിട്ട് അവർക്കിടയിൽ വളരെ ഭവ്യതയോടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു വരുന്ന കഥ എന്ന് പറയുന്നത്, ഇന്നും ചെറിയൊരു കാടിൻ്റെ ഒരു പരിസരമാണ്, വലിയ പള്ളി, വലിയ ചുറ്റുള്ള ദേശം. അക്കാലത്ത് പള്ളിയിലേക്ക് മറ്റും വരുമ്പോൾ വലിയ മൃഗങ്ങളുടെ ശല്യം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പ്രശ്നം പറയാൻ എവിടെ ഉള്ളത്? മമ്പുറത്ത് വരണം. തങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു വടി കൊടുത്തിട്ട് നിങ്ങളത് അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുക, അത് നിങ്ങൾക്ക് മോചനം ഉണ്ടാവുമെന്ന് പറയുന്നു. അവരന്ന് ആ വടി പള്ളി കൊണ്ടുപോയി വെക്കുന്നതോടെ അവർക്കതിൽ ഒരു രക്ഷ കിട്ടുന്നു, അഥവാ വന്യമൃഗ ശല്യമില്ലാതെയാകുന്നു. അവർ ഇന്നും ആ ഒരു സാധനം അവിടെ സൂക്ഷിച്ചു വെക്കുന്നു. ഇന്ന് പറയുന്ന അതിന് ശേഷം അവർക്ക് വലിയ പ്രശ്നങ്ങൾ, സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അത് ഓരോ നാടിൻ്റെയും ഒരു ഉണർവിൽ, ഒരു സജീവതയിൽ തങ്ങളുമായിട്ടൊരു കണക്ഷൻ, ആ കണക്ഷൻ്റെ ഒരു ശേഷിപ്പ്. ഇപ്പോൾ കുറച്ച് തന്നെ താഴക്കോട് ഒരു പള്ളിയുണ്ട്. താഴക്കോട് മണ്ണാർക്കാട് ഭാഗത്താണ് താഴക്കോട് വലിയൊരു പള്ളി, ഈ അടുത്തത് പുതുക്കി പണിതു. അപ്പോൾ അവിടെ പോകുമ്പോഴും അതിൻ്റെ ചുമരുമേൽ അവർ മമ്പ്രതങ്ങളുടെ വലിയൊരു വടി, ഒരു കുന്തം, അത് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ ഉദ്ഘാടനത്തിന് തങ്ങളെ വിളിക്കുന്നുണ്ട്, പക്ഷേ തങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റുന്നില്ല. പക്ഷേ തങ്ങൾ പിന്നീട് എത്തുന്നുണ്ട്. എത്തുമ്പോൾ അവർ ഒരു ഓർമ്മക്കോ മറ്റോ കൊടുക്കുന്ന സാധനമാണ് ഒരു തലേണ പോലെ ഒരു കുന്തവും. ഇതേപോലെ ഇഷ്ടം പോലെ കഥകൾ. ഈ കഥകളൊക്കെ നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ ചില വീട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ അവിടെ സാധാരണ വീടുകളായിരിക്കും, ആ വീട്ടിൽ ചില റൂം അവരങ്ങനെ പൂട്ടിയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ തങ്ങൾ അന്ന് വന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ വീട് പുതുക്കി പണിതാണ്, പക്ഷെ അത് അവർ കുറേയൊക്കെ അങ്ങനെ തന്നെ നിലനിർത്താൻ ശ്രമിക്കും. ചില അടുത്ത് പോകുമ്പോൾ ചില കട്ടിൽ, ഈ കട്ടിൽ പൊട്ടിത്തകർന്ന് അതിൻ്റെ തങ്ങളിരുന്ന കട്ടിലാണ്, പക്ഷെ അത് കാലം 100-150 കൊല്ലമായല്ലോ, അത് പൊട്ടിത്തകർന്നിട്ട് ആ അതിൻ്റെ പലകകളെ അട്ടിക്കിട്ട് അവർ സൂക്ഷിക്കുക, തങ്ങളെ ഓർത്തിട്ട്. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ലൈവായിട്ട് ഇന്നും ഓരോ വീട്ടിൽ പോകുമ്പോൾ പ്രായം ചെന്ന ഉമ്മമാർ ആ ഒരു ഭവ്യതയോടെയാണ് തങ്ങൾ ഓർക്കുന്നത്. ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞത്, ഒരു 5 കൊല്ലം മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പ് ഒരാളെങ്ങനെ മരിച്ചു പോയോ അദ്ദേഹത്തെ നമ്മളെങ്ങനെ ഓർക്കുന്നോ അതുപോലെ ഏറനാടിൻ്റെ ഉള്ളിൽ, അത് ഏറനാട്ടിൽ മമ്പ്രതങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു എന്നാണ്.
ഈ ഓർമ്മകളിലൂടെ പറയും. ഇതുപോലെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ വ്യത്യസ്ത ശേഷിപ്പുകളിലൂടെ. മറ്റൊന്ന് പള്ളികളിലൂടെ. ഈ 100 പള്ളികൾ നമ്മൾ പോയാലും അവിടെ മമ്പ്രന്തങ്ങൾ കുറ്റിയടിച്ച പള്ളി എന്ന് അവർ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. അവർ ചരിത്രം പറയുമ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് അവർ ചരിത്രം പറയുക. മറ്റൊന്ന് ഏറ്റവും രസകരമായിട്ട് തോന്നിയെന്ന് പറയുന്നത്, ഈ നമ്മൾ പറഞ്ഞ ഈ ഭൂമിശാസ്ത്ര ഏരിയകളിൽ നമ്മൾ പോയാൽ മമ്പ്രന്തങ്ങളുടെ കാലടി, അത് നമുക്ക് ഒരുപക്ഷെ പലയിടത്തും കാണാൻ സാധിക്കാത്തൊരു സാധനമാണ്. മമ്പ്രന്തങ്ങളുടെ കാലടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഊരകമലയുടെ ഏറ്റവും മുകളിൽ കയറിയാൽ അവിടെ സ്ഥലത്ത് 2 ഫീറ്റ് നമ്മളെ കാൽപാദങ്ങളുടെ ഒരു അടയാളം, അത് ആളുകൾ വിശ്വസിച്ച് വരുന്നത് മമ്പ്രന്തങ്ങളുടെ കാലടി എന്നാണ്. നമ്മൾ വേങ്ങര പോയാൽ അവിടെ പീടിയൻ്റെ ബേക്കിൽ ഒരു ചെറിയ ഒരു പറമ്പ്, ആ പറമ്പിൽ ഒരു ചെറിയ വീടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയാൽ കാലടിക്കൽ, ആ സ്ഥലപ്പേര് തന്നെ കാലടിക്കലാണ്. ഈ കാലടിക്കൽ പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ആ പരിസരത്ത് കാണാം. എന്താണ് ഈ കാലടി? ഈ കാലടി നോക്കുമ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് മമ്പ്രന്തങ്ങളുടെ കാലടി എന്നാണ്. മമ്പ്രന്തങ്ങൾ ഏതോ ഒരു യുദ്ധം കഴിഞ്ഞുമ്പോൾ ഈ വഴിക്ക് വന്നു, ഇവിടെ ഇറങ്ങി, ആ ഒരു ഓർമ്മക്കാണ് ഈ കാലടികളുണ്ട്. ഈ കാലടി എങ്ങനെ വന്നു എന്ന് വെച്ചാൽ പക്ഷേ ഇന്ന് നമുക്ക് ഇമാജിൻ ചെയ്താൽ കിട്ടൂല. പക്ഷെ എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് പല കോലത്തിലാവാം. ഒരുപക്ഷെ കാലം അങ്ങനെ പതിഞ്ഞു എന്നാവാം. പക്ഷേ നമ്മളുടെ ഇന്നത്തെ ഒരു ലോജിക്ക് വെച്ചുമ്പോൾ എങ്ങനെ പാറമൽ കാല് പതിയാം. പക്ഷെ എൻ്റെ ഒരു നിഗമനം ഇങ്ങനെ ആവാന്ന് പറഞ്ഞാൽ തങ്ങളുടെ സ്ഥലത്ത് വന്നാൽ ആളുകൾ കൂടും, അതൊരു ഓർമ്മയാക്കി മാറ്റും. അതൊരു വലിയൊരു സംഭവമാണ്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വലിയ സ്കോളർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവരുടെ വരവ് ഒരു ഓർമ്മയാക്കും. ആ ഓർമ്മകൾ നിലനിർത്താൻ അവിടെ എന്ത് ചെയ്യും? അവർ കാലടി കൊത്തിവെക്കും. അതിനെ തങ്ങളുടെ ഒരു സാന്നിധ്യമായിട്ട് അവർ കാണും. ഈ ഇപ്പോൾ ചില സൂഫികളുടെ കബറുകൾ ഉണ്ടാകും, പലയിടത്തും പോയാൽ അവിടെ ആളവിടെ ഉണ്ടാവില്ല, പക്ഷേ അവരുടെ അവശേഷിപ്പുകളെ വെച്ചിട്ട് അവർ ഓർമ്മകൾ നിലനിർത്താൻ, ഈ ഓർമ്മകൾ നിലനിർത്താൻ ഞാൻ പറഞ്ഞ മലബാറിൻ്റെ വ്യത്യസ്ത ഒരു 20ഓളം സ്ഥലത്ത് മമ്പ്രന്തങ്ങളുടെ കാലടി ഇന്നുമുണ്ട്. ഈ കാലടിയെ അവർ കാൽപാദത്തിൻ്റെ അതിനവർ വലിയ ആദരവോടെ കാണുന്നു. ഈ മുഹറം മാസം വരുമ്പോൾ അതിൻ്റെ സാന്നിധ്യത്തിൽ അവർ നേർച്ചകളുണ്ടാകുന്നു, മൗലിദുകൾ ഓതുന്നു. ഇത് വലിയൊരു രസകരമായ ഈ ഒരു ഏരിയത്തെ ഓരോ നാടിനും തങ്ങൾ എങ്ങനെയോ അതിനെന്തിട്ടുണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഓർമ്മകൾ അങ്ങനെ ഇപ്പോഴും കൊണ്ടെടുക്കുന്നത്.